കച്ചൻ കഴിഞ്ഞ ദിവസം പ്രവചിച്ചു എന്ത് കിട്ടുമെന്ന്. ഇങ്ങനെ പോയാ നാട്ടുകാരെ 6 വർഷം അച്ഛന് വേണ്ടി ത്യാഗം ചെയ്ത മകനാണ്. മകനാണ് ഞാൻ. ഫേസിന്റെ നോട്ടം ഭയങ്കര കോമഡി കേട്ടോ. നോക്കി നിന്നിട്ട് അയാളൊക്കെ പോയിട്ട് ആളെ വിട്ടിട്ട് ചെയ്യിപ്പിച്ചുള്ള അവഗണന ഉണ്ടാവുന്ന നല്ലതാണ്. ചില സമയങ്ങളിൽ അത് നമ്മൾ എന്തൊക്കെയോ ആയി എന്നൊക്കെയുള്ള ഒരു വിചാരം വരുമ്പോ അവനത് ആവശ്യമായിരുന്നു. അവനെന്തോ ഉപദേശിക്കാൻ അവനല്ലെങ്കിൽ നാട്ടിൽ നിന്ന് കിട്ടുന്നുണ്ട് അവിടെ കിട്ടിക്കൊണ്ടിരിക്കണെന്നല്ലേ. എന്തോ പോയി അണ്ണാനെ കൂട്ടിരിക്കുന്നു. ഞങ്ങളെ കണ്ട് അത് പോവാത്ത അണ്ണന്മാരെ പോലും അമ്മനെ തലക്കടിച്ചു കൊല്ലുക, വഴിയെ പോകുന്നവരെ കയറി പിടിക്കുക, ഇങ്ങനത്തെ വെറൈറ്റി സാധനങ്ങൾ അങ്ങനെയുള്ള ചില രസങ്ങളാണ് കൂടുതലും. അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് വരുമ്പോ അവൻ അതാണെങ്കിൽ അവൻ അങ്ങനെ പിടിക്കും. അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് വന്നിട്ടില്ലല്ലോ അല്ലേ? ഹണി ട്രാപ്പ് ഞാൻ പറയില്ല, ഒരു 1-3 തഗ് തഗ്ഗങ്ങ് പറയും. ഉച്ചയ്ക്ക് ഊണിന് മുമ്പ് 2 കഴിഞ്ഞിട്ടൊരു 3 തഗ്. ഞാനൊരു കോട്ടയുണ്ട് അത് അങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നു. ആണോ? മാറി ചില ആരും കേൾക്കാനില്ല, ഞാൻ മാറി ഒറ്റക്കിരുന്ന് ചില തഗ്ഗടിക്കും. പെഗ്ഗോ? പെഗ്ഗല്ല, തഗ്. ഞാൻ സ്നേഹിച്ചുകൊണ്ടിരുന്ന കുട്ടിയുടെ കൂട്ടുകാരികളൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ പല പല ഘട്ടങ്ങൾ വരുന്ന സമയത്ത് സുഖമല്ലടി പറഞ്ഞിട്ട് മെസ്സേജ് അയക്കും. എന്ത് സുഖം അറിഞ്ഞിട്ടാ വിളിക്കണേ, അറിഞ്ഞിട്ടാ മെസ്സേജ് അയക്കണേ. എന്ത് പറ്റി? ഇല്ല ഒന്നും പറയണ്ടടാ, ഞാൻ ലേഡീസിലാണ് കൂടുതൽ. ഇവൻ വിളിച്ചപ്പോ എടുത്തില്ല. ഈ നിൽക്കുന്ന റൂമിൽ നിനക്ക് ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. കൊറേ പേരുടെ പേര് മനസ്സിലോട്ട് വരുന്നുണ്ട്. കാരണം പറയാൻ പറ്റും. എല്ലാം രാത്രി വണ്ടികളാ. ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് കൊണ്ടാണ് നമ്മുടെ ഓരോ വീടും നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 10 വർഷത്തെ വാറന്റിയാണ് നമ്മുടെ ഗ്യാരണ്ടി. ഇതുപോലൊരു വീടല്ലേ സർ ആഗ്രഹിക്കുന്നത്? ഇങ്ങനൊരു വീട് ആരാണ് ആഗ്രഹിക്കാത്തത്? ബൈറ്റ് ഹോംസ് ഫോർ കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. ഹായ് ഹലോ, വെൽക്കം ടു ബൈറ്റ് ഹോംസ് ഫോർ പ്രസൻസ് അങ്ങനെ പറ. ഇന്ന് ID മൂവി പ്രൊമോഷന്റെ ഭാഗമായി എന്റെ കൂടെയുള്ളത് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ആളുകളാണ്. ലെറ്റ്സ് വെൽക്കം ഷാലു ചേട്ടൻ, സ്മിനി ചേച്ചി, ധ്യാൻ ചേട്ടൻ, ഷാജോൻ ചേട്ടൻ. എല്ലാവർക്കും ഹായ്. എന്താണ് ഷാലു ഇങ്ങനെ ഇരിക്കുന്നത്? ഇങ്ങനെ എന്തോ പോയി അണ്ണാനെ കൂട്ടിരിക്കുന്നു. അല്ല ഞാനൊന്ന് ചേച്ചി ഞാൻ പറഞ്ഞതിൽ എന്തോ മിസ്റ്റേക്ക് ഉള്ളത്. എന്തോ ചോദിക്കുന്നോടൊപ്പം ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യുന്നു. എന്താ എന്ത് ചോദ്യം ചോദിക്കാൻ പോണെന്ന്. അതുകൊണ്ടാ ഞങ്ങളെ കണ്ട് അത് പോവാത്ത അണ്ണന്മാരെ പോലും. ഇല്ല, അപ്പൊ എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കല്ലേ പിന്നെ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ID ദ ഫേക്ക് എന്താണ് ഈ മൂവിയുടെ ടൈറ്റിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആ ടൈറ്റിൽ കൊണ്ട് എന്താ മനസ്സിലായിട്ടുള്ളത്? ID എന്ന് പറയുമ്പോ പല ഐഡിയ ഉണ്ട്, പക്ഷെ ദ ഫേക്ക് എന്ന് പറഞ്ഞപ്പോ ഫേക്ക് ഐഡി. ഞാൻ ആക്ച്വലി ഒരു കാര്യം പറയട്ടെ, ഞാൻ ടീസർ കണ്ടു. ടീസർ നല്ല അടിപൊളി പ്രോമിസിങ് ഫിലിം ആണെന്ന് തോന്നിക്കുന്ന ഒരു ടീസറാണ്. അപ്പം അങ്ങനെ ടീച്ചർ കണ്ട് മാത്രം തീരുമാനിക്കരുതെന്ന് ഇല്ല, പക്ഷെ നല്ല പ്രോമിസിങ് ടീസർ ആണ്. പക്ഷെ ആ ടീസറിൽ കുറെ എന്താ പറയാ സീരിയസ് എലമെന്റ്സ് ഉള്ള പോലെ എനിക്ക് തോന്നിയത്. അപ്പൊ എനിക്ക് തോന്നി ഈ മൂവിയുടെ ടൈറ്റിൽ കേൾക്കുമ്പോൾ ID എന്ന് പറയുമ്പോൾ പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാവും. ബട്ട് എനിക്ക് തോന്നി ഇത് നമ്മളുടെ ഈ സൈബർ ആക്രമണം അല്ലെങ്കിൽ സൈബർ എന്താ പല രീതിയുണ്ടല്ലോ, അതിനെയൊക്കെ വിലയിരുത്തിയുള്ള ഒരു മൂവിയാണ് ഇതെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയല്ലേ? അങ്ങനെ തന്നെയാണ്. കറക്റ്റ്. ധ്യാൻ ചേട്ടൻ പറ. കറക്റ്റ് ഒബ്സർവേഷൻ ആണ്. അതൊന്നും എന്ത് മനസ്സിലാക്കുന്നുള്ളത് കറക്റ്റ് ആണത്. അത്രേ ഉള്ളൂ. നിങ്ങൾ എന്താ കൂടുതലൊന്നും പറയാത്തെ? പക്ഷെ ഈ ID പറയാത്തെ അങ്ങനെ പറ അല്ലേ? അതല്ലേ പരിപാടിയുടെ പേര്. പറയാന്നുള്ളതാണ് എന്റെ ഷോയുടെ പേര്. അപ്പൊ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയണം. ഇത് ധ്യാൻ ചേട്ടൻ മനഃപൂർവ്വം ഒറ്റ ഒന്ന് ആ ടീസർ കണ്ടല്ലോ, കണ്ടു. ആ ടീസറിന് നമ്മള് കുറച്ച് കാര്യങ്ങള് ക്രാക്ക് ചെയ്തില്ലേ, അത് വളരെ കറക്റ്റ് ആണ്. ഒബ്സർവേഷൻ കറക്റ്റ് ആണെന്നുള്ളതാണ് ഫസ്റ്റ്. ഓക്കെ. ഒന്ന് ഈ പറയുന്ന ഫേക്ക് ID അല്ലെങ്കിൽ ഇപ്പൊ നടക്കുന്ന ഡീപ് ഫേക്കിംഗ് അല്ലെങ്കിൽ ഈ ഫേസ് സ്വാപ്പിംഗ് അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറേ സൈബറിൽ നമ്മൾ നേരിടേണ്ടി വരുന്ന അല്ലെങ്കിൽ കോമണേഴ്സ് നേരിടേണ്ടി വരുന്ന കുറേ ഇഷ്യൂസ് ഉണ്ടല്ലോ. അങ്ങനെ
ഞാനും ദിവ്യയും ചെയ്യുന്ന ഞങ്ങളുടെ കപ്പിളാണ്, എന്ന് വെച്ചാൽ ഹസ്ബൻഡ് വൈഫാണ്. അങ്ങനെ ഞങ്ങൾ എൻകൗണ്ടർ ചെയ്യുന്ന ഒരു ഇങ്ങനെ ഒരു ഇഷ്യൂ, ആ ഇഷ്യൂ ഞങ്ങൾ എങ്ങനെ ടാക്കിൾ ചെയ്യുന്നു, അത് ഓവർകം ചെയ്യുന്നതാണ് ബേസിക്കലി. ഇപ്പൊ ഭയങ്കര ഒരു ക്യാപ്സ്യൂൾ കണ്ടന്റ് ആണ്. അതിന് റെലവൻസ് ഉണ്ട്. ബിക്കോസ് ഇപ്പം ഓപ്പറേഷൻ ജാവേല് എനിക്ക് തോന്നുന്നു വിനായകൻ ചേട്ടനൊരു എപ്പിസോഡുണ്ട്, വൈഫിനെയും കൊണ്ട് സൈബർ ഒരു ക്രൈം റിപ്പോർട്ട് ചെയ്യാൻ വരുന്നതും. അതൊക്കെ ഈ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ പേപ്പറിലൊക്കെ വായിക്കുന്ന അല്ലെങ്കിൽ വായിച്ചു പോകുന്ന ചില ന്യൂസുകളുണ്ട്. ഇങ്ങനത്തെ പല 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 ഇഷ്യൂസും, അല്ലെങ്കിൽ ഇവിടുത്തെ തന്നെ പല പല സൈറ്റിലൊക്കെ നമ്മുടെ പല പല ഈവൻ പോൺ സൈറ്റ്സിലും ഇതിലൊക്കെയുള്ള പല പല സൈറ്റിലൊക്കെ ഇവിടുത്തെ കോമണേഴ്സിന്റെ ഫോട്ടോ വിത്തൗട്ട് ഇവിടുത്തെ ടിൻഡർ പോലത്തെയും ബമ്പിൾ പോലത്തെയൊക്കെയുള്ള ഡേറ്റിംഗ് ആപ്സിലൊക്കെ കൺസെന്റ് ഇല്ലാതെ പലരുടെയും ഫോട്ടോസ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഇതൊക്കെ പലപ്പോഴായിട്ട് നമ്മൾ കണ്ടുവരുന്ന സംഭവങ്ങളാണ്. ഇപ്പൊ ഡീപ് ഫേക്കിങ്ങിന്റെ ഒക്കെ പറയുകയാണെങ്കിൽ ഇപ്പോൾ എഐന്റെ കാലമൊക്കെ. അപ്പൊ എഐയിൽ ഇപ്പം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം കുറച്ചു മുന്നേ എനിക്ക് തോന്നുന്നു അമീർ ഖാൻ, വിരാട് കോഹ്ലിയൊക്കെ അവരൊരു കേസൊക്കെ അവരുടെ ചില സാധനങ്ങളൊക്കെ വീഡിയോസ് ഒക്കെ നമ്മൾ കാണും ഡീപ് ഫേക്ക് ചെയ്തിട്ട് എഐ സംസാരിക്കുന്നത്, ഇത് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ ഇന്നത്തെ കാലത്ത് നമുക്ക് റെലവെന്റ് ആയിട്ടുള്ളൊരു സാധനമാണ് ഈ ഇതിൽ പറയുന്ന ഡിസ്കസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ. സോ അതിന് ഒരു കപ്പിൾ അല്ലെങ്കിൽ ഒരു ഫാമിലി ഇതിനെ എങ്ങനെ എൻകൗണ്ടർ ചെയ്യുന്നു, അവരെങ്ങനെ ഇതിനെ ടാക്കിൾ ചെയ്യുന്നുള്ളതാണ് ഇതിന്റെ ഒരു സിനിമയുടെ ഒരു ക്രക്സ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമുക്ക് ഈ പോസ്റ്റർ കണ്ടാലും അറിയാം, എനിക്ക് തോന്നുന്നു നിങ്ങൾ 3 പേരുമാണ് ആ പോസ്റ്ററിൽ നിൽക്കുന്നത് അല്ലേ? നിങ്ങൾ 3 പേരിലൂടെയാണ് ഈ ജേർണി കടന്നു പോകുന്നത്, ഈ ഫിലിം കടന്നു പോകുന്നത്. ഷാജോൻ ചേട്ടനും ഷാലു ചേട്ടനും ധ്യാൻ ചേട്ടനും അല്ലേ? അങ്ങനെയാണ് നിങ്ങള് 3 പേര് ഇടയ്ക്ക് കൂടെ കടന്നു പോകുന്നത്. സ്മിനി ചേച്ചിയുടെ കാര്യം പിന്നെ പറയണ്ട. ഇപ്പൊ ധ്യാൻ ചേട്ടനും സ്മിനി ചേച്ചിയും ഭയങ്കര കോംബോ പോലെയാണ്. മൂവീസിലുണ്ട് അത്. ധ്യാൻ ചേട്ടന്റെ സന്തോഷം കണ്ടോ? അല്ല, ആ കോംബോ ഇല്ല, നിങ്ങൾ രണ്ടുപേരും കൊറേ മൂവീസില് ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ടല്ലോ. പിന്നെ എനിക്ക് സ്മിനി ചേച്ചിനെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മളുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ വീട്ടില് ഒരു ആന്റിമാരൊക്കെ ഉണ്ടാവില്ലേ, ഭയങ്കര ചില്ലായിട്ട് എടി അത് നല്ല രസം അങ്ങനത്തെ പറയുന്ന ഒരു വൈബില്ല. അതെന്റെ സ്മിനി ചേച്ചിക്ക് ഇല്ലേ? ഇല്ലേ? നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? എന്റെ ആന്റിനെ ഇതുപോലെ ആന്റിയെ പോലെ എന്നെ തോന്നിയിട്ടുണ്ട്. വലിയമ്മച്ചെ പോലെ അല്ലല്ലോ അല്ലേ? അല്ല അതല്ല, പക്ഷെ നിങ്ങളുടെ രണ്ടുപേരുടെയും കോംബോയും നല്ല ഒരു രസമുള്ള ഒരു കോംബോ ആണ്. അപ്പൊ ഈ മൂവിയിൽ നമുക്കത് പ്രതീക്ഷിക്കാം. ഞങ്ങളെ ഷാജോൻ അത് അറിയില്ല. ഇല്ലില്ല, എന്റെ വൈഫായിട്ടാണ് സ്മിനി ഈ സിനിമ. ഞങ്ങൾ തമ്മിലാണ് കൂടുതൽ കോംബോ. ഇടയ്ക്ക് ധ്യാനം വേണമെന്ന് പറഞ്ഞ് ഞാൻ സമ്മതിച്ചില്ല. അമ്മയും മോനും നല്ല കോംബോ വരും. അതൊക്കെ ഓക്കെ, വേറെ സിനിമയിലും ഓക്കെ. ഈ സിനിമയിൽ ഞങ്ങൾ തമ്മിലാണ് കോംബോ. ഈ സിനിമയിൽ നിങ്ങളാണ് കോംബോ. അടുപ്പിച്ചിട്ടില്ല. ഷാലുവിന്റെ അടുത്ത് പറയാണെങ്കിൽ എനിക്ക് തോന്നുന്നത്, ഞാനൊരു കാര്യം കേട്ടത്, ഷാലു ഈ മൂവിയില് മറ്റാരും ചെയ്യാൻ മടിക്കുന്ന ഒരു കാര്യം ഇതിൽ ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഞാൻ കേട്ടു. എന്താണെന്നുള്ളത് എനിക്ക് അറിയില്ല. എന്ത് ചെയ്താലും അങ്ങനെയാണ്, പലരും പഠിക്കുന്ന കാര്യങ്ങളെ ചെയ്യാറുള്ളൂ. പക്ഷെ അങ്ങനെയുണ്ട്. സ്പോയിലർ അലേർട്ട് ആണെങ്കിൽ പറയേണ്ട, ബട്ട് ഞാൻ ഇങ്ങനെ കേട്ടു. അത് നല്ല രീതിയിലാണ് ഞാൻ പറഞ്ഞത്. ലൈക് ഓഡിയൻസിന് അപ്പൊ ഒരു ക്യൂരിയോസിറ്റി ആവും ഈ സിനിമ കാണാൻ. 1000 ബേബീസിൽ അവൻ പ്രധാനമായിട്ടുള്ള ഒരു വേഷം ചെയ്തു. അതെ, ഭയങ്കര ഹിറ്റാ. അതിലിപ്പോ എന്താ, അമ്മനെ തലക്കടിച്ചു കൊല്ലുക, വഴിയെ പോകുന്നവരെ കയറി പിടിക്കുക, ഇങ്ങനത്തെ വെറൈറ്റി സാധനങ്ങൾ അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് വരുമ്പോ അവൻ അതാണെങ്കിൽ അവൻ അങ്ങനെ പിടിക്കും അല്ലെ, നോക്കി പിടിക്കും. ഇതിലും അതുപോലത്തെ ക്യാരക്ടർ ആണോ? ലൈക്ക് സൈബർ അറ്റാക്ക് ഒക്കെയാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്? അപ്പൊ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയിരിക്കും. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് അത്. സ്പോയിലർ അലേർട്ടാണ്, ഞാൻ പറയാതിരിക്കുന്നത്. അങ്ങനെ ഒരു എലമെന്റ് ഉണ്ട് അല്ലേ? അല്ലേ, കുറച്ച് ഷെയ്ഡിയാണ്. നേരത്തെ പറഞ്ഞു അല്ല, കുറച്ച് ഷെയ്ഡി. എന്താ എനിക്ക് ശാലിച്ചേട്ട ഞാൻ ചോദിക്കുന്നതിന് പ്രശ്നം തോന്നുന്നു. അല്ല, അല്ലല്ലോ, ഓക്കെ അല്ലേ? അല്ലല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇവിടെ നിൽക്കുന്നവരുടെ മുന്നേ ഉത്തരം പറയാനുള്ള പ്രശ്നം വേണ്ട. ധ്യാൻ ചേട്ടൻ പാവം മിണ്ടാതിരിക്കുക, കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ഇല്ല, അതൊരു സ്പോയിലർ അലേർട്ടാണ്, ഞാൻ പറയാതിരിക്കുന്നതാണ് ഇറ്റ്സ് ബെറ്റർ. ഷാലിന്റെ ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞാലേ, അതുകൊണ്ടാണ് പറയാതിരിക്കുന്നത്. ഓക്കെ, കുഴപ്പമില്ല. ബട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ട്, അത് മതി, അത് കേട്ടാ മതി. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് നല്ല. നിങ്ങൾ 3 പേരും കാറിലിരിക്കുന്ന ഒരു 2 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു യൂട്യൂബ് വീഡിയോ ആണ്. നിങ്ങൾ 3 പേരും കാറിലിരിക്കുന്ന, ഓർക്കണ്ടോ ധ്യാൻ ചേട്ടൻ?
ഞങ്ങള് അതെ നമ്മൾ പനമ്പള്ളിയിൽ ഷൂട്ട് ചെയ്തു. പനമ്പള്ളിയിൽ വെച്ചിട്ട് അതുണ്ട്. അപ്പം അങ്ങനെ ഇതുപോലെ ഷാലുവിന്റെ അടുത്ത് എനിക്കൊരു കാര്യം ചോദിക്കാറുള്ളത്, ജാലിയൻ വാലാബാഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൂവി ഇല്ലേ, അതിന്റെ സോങ് ഇറങ്ങിയിട്ട് 6 വർഷമായി. ഇപ്പോഴും ഷാജു ചേട്ടൻ കേൾക്കണം, ഇപ്പോഴും ആ സോങ്ങിന്റെ താഴെ ഈ സിനിമ ഒന്ന് ഇറങ്ങാമോ, ഒന്ന് ഇറക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഷാലുവിന്റെ ഫാൻസ് ആണെന്ന് തോന്നുന്നു ചോദിക്കുന്നത്. അത് നീ തന്നെയാണോ അല്ല ഞാനല്ല, ആ സിനിമ ഇറങ്ങും ഉടനെ. അതിനകത്ത് തന്നെ ഫേക്ക് ഐഡി ഇല്ല ഏട്ടാ, അല്ല ആ സിനിമ അത് തീർന്നിരിക്കുക, ഉടനെ തന്നെ റിലീസ് ഉണ്ടാവും എന്നാണ് അതിന്റെ പ്രൊഡക്ഷൻ പറയുന്നത് അല്ലേ? അത്രേ എനിക്ക് അറിയുള്ളൂ. അതുപോലെ സ്മിനി ചേച്ചി ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ട്, ധ്യാൻ ചേട്ടൻ പൈസ പോലും നോക്കാതെ ഒരു മൂവിക്ക് വിളിച്ചാ പോകുന്നു അഭിനയിക്കാൻ. ഞാൻ പൈസ പോലും നോക്കാതെ ഞാൻ പോകും. കറക്റ്റാ. ഞാനോട്ടും പൈസ നോക്കാറില്ല, നല്ല സിനിമയാണെങ്കിൽ പോയി അഭിനയിക്കും. അങ്ങനെ ഒരു നോട്ടം. തള്ളിക്കോ നല്ല സിനിമയാണെങ്കിൽ പൈസ നോക്കാറില്ല. നല്ല സിനിമയാണെങ്കിൽ പൈസ നോക്കാറില്ല. പക്ഷെ ഈയിടെയായിട്ട് എല്ലാ പടങ്ങളിലും പൈസ വാങ്ങിക്കാറുണ്ട്. ഈ ഇടയായിട്ട് കുറച്ച് വർഷങ്ങളായിട്ട് ആണല്ലേ? ഏത് സിനിമയിൽ ഏറ്റവും കൂടുതൽ പേയ്മെന്റ് കിട്ടിയെന്ന് പറയാൻ പറ്റുമോ? പറയാലോ. എന്തൊക്കെ അറിയണം? കുഴപ്പമില്ല, ചുമ്മാ പറ്റെങ്കിൽ പറഞ്ഞാൽ മതി. കൊച്ചിന്റെ ആഗ്രഹം ഗൂഗിൾ പേ ഉണ്ടോ എന്നൊക്കെ സ്റ്റേറ്റ്മെന്റ് ഒന്നും വേണ്ട, ചുമ്മാ അറിഞ്ഞിരിക്കാലോ ഏതിലാണെന്നുള്ളത്. ഇപ്പൊ ഷാജോൻ ചേട്ടൻ കുറെ സീരിയസ് റോൾസ് ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഇതും ഒരു സീരിയസ് റോള് തന്നെയാണോ? ഇതങ്ങനെ സീരിയസ് റോളൊന്നും അല്ല. ഇതിനാ ജോജി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ്. ധ്യാൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ നെയ്ബറാണ്, ധ്യാൻ്റെ ഒരു ഫ്രണ്ടാണ്, ഒരു മെന്ററാണ്. എന്തെങ്കിലും കാര്യങ്ങളുണ്ട് ഡിസ്കസ് ചെയ്യുന്ന ആളാണ്. ഫാമിലി ഫ്രണ്ട്സ് ആണ് ധ്യാൻ്റെ, ദിവ്യയുടെ ക്യാരക്ടറും സ്മിനുവിന്റെ ക്യാരക്ടറും ഒക്കെ. അപ്പൊ അങ്ങനെ ധ്യാനുമായിട്ടായിരുന്നു എനിക്ക് കൂടുതലും കോമ്പിനേഷൻസ് ഒക്കെ. ധ്യാനുമായിട്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു രസമുള്ള ക്യാരക്ടറായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ഡബ് ചെയ്ത് കഴിഞ്ഞപ്പോഴും എനിക്ക് സിനിമ കണ്ടപ്പോഴും എനിക്ക് അങ്ങനെ തോന്നി. അപ്പൊ ഇനിയിപ്പം സിനിമയെ പറ്റി പറയേണ്ടത്, അതെ. പക്ഷെ ഞാൻ ഒരു ആർട്ടിക്കിളിൽ വായിച്ചു ഇതൊരു ട്രൂ സ്റ്റോറി ആണെന്ന്. ഇപ്പൊ ട്രൂ സ്റ്റോറി എന്ന് പറയുമ്പോഴേ ആൾക്കാർക്ക് ഒരു ക്യൂരിയോസിറ്റി ആയിരിക്കുമല്ലോ കാണാൻ. ഒരു മാരീഡ് കപ്പിൾ ഫേസ് ചെയ്ത ഒരു ഇഷ്യൂ ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇതൊരു ട്രൂ സ്റ്റോറി ആണെന്ന് ധ്യാൻ ചേട്ടൻ അറിയാമായിരുന്നോ? ഇത് പലരുടെയും ലൈഫിൽ ഇപ്പം ഇതായിട്ടുള്ള ഇങ്ങനത്തെ കുറെ സൈബർ ക്രൈം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളിപ്പം സ്വാഭാവികമായിട്ടും നമ്മളെ സാധാരണക്കാർ നമ്മൾ അറിയണമെന്നില്ല. പക്ഷെ ഇത് പല കോമണേഴ്സും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ള അല്ലെങ്കിൽ ഇഷ്യൂ, അല്ലെങ്കിൽ ഇത് എനിക്ക് തോന്നുന്നു പണ്ട് തന്നെ ഈ MMS ക്ലിപ്പൊക്കെ വന്നു തുടങ്ങിയ സമയത്ത് തന്നെ, ഇപ്പം ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉള്ള സമയത്ത് ചില ഇതുപോലെ തന്നെ ഫേക്ക് ക്ലിപ്സ് ഒക്കെ വെച്ചിട്ട് കല്യാണമൊക്കെ മുടക്കിയിട്ടുണ്ട് ആൾക്കാർ. കല്യാണത്തിന് 2 ദിവസം മുന്നേ ഒക്കെ പെണ്ണിന്റെ ഇതേപോലെ തന്നെ നാട്ടുമ്പുറത്തൊക്കെ ഇതേപോലെ സാമ്യമുള്ള കുട്ടിയുടെയൊക്കെ ഇങ്ങനത്തെ MMS ക്ലിപ്പൊക്കെ ഇറക്കിയിട്ട് കുട്ടീനെ പോലെ എവിടെയെങ്കിലും ഒക്കെ ചായ ഉണ്ടാവും. അങ്ങനത്തെ MMS ക്ലിപ്പൊക്കെ വന്നിട്ട് ഇത് കല്യാണത്തിന്റെ കറക്റ്റ് 2 ദിവസം മുന്നേ കൊണ്ട് ഇറക്കിയിട്ട് കല്യാണം മുടക്കി കളയും. ഓക്കെ, അതൊക്കെ കറക്റ്റ് അതിനെ എന്താ പറയണ്ട, ഇതൊക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ ഇതൊക്കെ കാലാകാലങ്ങളായിട്ട് ഉള്ള എത്രയോ വർഷങ്ങളായിട്ടുള്ള സാധനങ്ങൾ. ഇത് എത്ര പേര് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എത്ര പേര് ഇത് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതിനെ ഇതിനകത്ത് നമ്മളതിനെ എത്ര പേര് പുറത്തു പറയുന്നുള്ള ഇങ്ങനത്തെ ഒരു ഇഷ്യൂലൊക്കെ പെടുമ്പോൾ പലരും ഇതിപ്പോ കഴിഞ്ഞ ദിവസം വരെ ഹണി ട്രാപ്പ് ഒരു പുള്ളിയുടെ 2.5 കോടി രൂപയോളം ഒരു അദ്ദേഹത്തിന്റെ എനിക്കൊന്ന് 2.5 crore-ഓളം ഒരു വർഷത്തോളമായിട്ട് അവരെ അറസ്റ്റ് ചെയ്തു, ഒരു കപ്പിള്. അപ്പം ഇതൊക്കെ നടക്കുമ്പോഴല്ലെങ്കിൽ പുറത്ത് വാർത്തയായിട്ട് വരുമ്പോഴാണ് നമ്മൾ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെന്ന് നമുക്ക് അറിയുന്നത്. അപ്പം ഇതൊക്കെ കാലാകാലങ്ങളായിട്ട് എക്സ്പീരിയൻസ് വന്നിട്ടില്ലല്ലോ അല്ലേ? ഹണി ട്രാപ്പ് അല്ല അങ്ങനെ ഉണ്ട്, ഞാൻ പറയില്ല പുറത്ത്. അല്ല, ബട്ട് ഇത് നല്ലൊരു റെലവെന്റ് ഒരു ടോപ്പിക് ആണ്. സോ അത് സൊസൈറ്റിയിൽ നല്ല രീതിയിൽ എത്തട്ടെ അല്ലെ? ഈ കൂട്ടത്തില് ധ്യാൻ ചേട്ടനൊക്കെ കൂടുതൽ തഗ് പറയുന്ന ആരാ? ഷാജു ചേട്ടാ? ധ്യാൻ തന്നെയാണ് പറയുന്നത്. ആണോ? ഈ അവിടെ നമ്മുടെ ലൊക്കേഷനിൽ ഇങ്ങനെയാണ് രാവിലെ 1-3 തഗ്, സീരിയസ്ലി ഞാനൊരു കോട്ടയുണ്ട് അത് അങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നു. ആണോ? വടക്ക് നോക്കി യന്ത്രത്തില് ശ്രീനേട്ടൻ മറ്റേ വാഴച്ചൂട്ടി കൊണ്ടുപോയി നിർത്തി കഥ പാറു ചേച്ചിയോട് പറയുന്ന പോലെ അങ്ങനെ പക്ഷെ ധ്യാൻ ചേട്ടന്റെ തെഗാണെന്ന് ധ്യാൻ ചേട്ടന്റെ തഗ്ഗാണ് മെയിൻ.
അല്ലേ? ധ്യാൻ ചേട്ടൻ എന്തോരം ഫാൻസാ ഉള്ളത്, ഇന്റർവ്യൂ തന്നെ കാണാൻ എത്ര പേരാ ഉള്ളത് അല്ലേ? അപ്പം ഇതുപോലെ കൃത്യമായി ഇന്റർവ്യൂവിന് വരുന്നുണ്ടല്ലോ, മുടക്കുന്നില്ലല്ലോ. ഇന്റർവ്യൂല് ഇങ്ങനെ കാണിക്കാം. ഇപ്പൊ കോമ്പോസ് കുറെ പേരുണ്ടല്ലോ, ധ്യാൻ ചേട്ടന്റെ കൂടെ ഒരുപാട് കോമ്പോസ് ഉണ്ട്, ഇന്റർവ്യൂ കോമ്പോസ് ഉണ്ട്. അതുപോലെ ഇപ്പൊ ഷാലും ധ്യാൻ ചേട്ടനായിട്ട് കുറെ മൂവീസ് ഇപ്പൊ ചെയ്തിട്ടുണ്ട് അല്ലേ? 2 മൂവീസ് ചെയ്തിട്ടുണ്ട്. അപ്പം ബേസിൽ ധ്യാൻ, മണിക്കുട്ടൻ, ബേസിൽ ധ്യാൻ എന്ന് പറഞ്ഞപ്പോ ബേസിലേട്ടൻ ഏറിപ്പോയത് അറിഞ്ഞായിരുന്നോ? ഈ കഴിഞ്ഞ ദിവസം വിളിച്ചോ? എന്നിട്ട് അല്ല, അവനത് വേണം. സംഭവം നടന്നു പോയ ആളെ ഇവന് മനസ്സിലായിട്ടില്ല. എനിക്കൊന്നും ഇവനെ അറിയേയില്ല എന്നാ പുള്ളിക്ക്. ടോവിനോട് കമന്റ് കണ്ടായിരുന്നു. ടോവി എന്തോ ഇട്ടായിരുന്നു അതില്ല, അത് ഭയങ്കര വൈറലായിരുന്നു. ബീച്ച് കാരണം അത് എന്തുകൊണ്ട് ഇട്ടേന്നറിയോ? അതറിഞ്ഞിട്ടില്ല. ഇത് ആക്ച്വലി എയറിലാവാൻ കാരണം ബേസിലും ടോവിനോ 2 പേരും കൂടി ഒന്ന് പൂജയ്ക്ക് പോയപ്പോ ഇങ്ങനെ തൊഴുകാൻ വേണ്ടി നിന്നപ്പോ ടോവിനോ അത് ചെയ്തപ്പോഴേക്കും അവരത് മാറിപ്പോയി. അപ്പൊ ടോവിനോ ചമ്മിപ്പോയി. അത് തന്നെയാണ് ഇപ്പൊ തിരിച്ച് ബേസിൽ വന്നത്. അതുകൊണ്ടാണ് അപ്പൊ ബേസിൽ നൈസായിട്ട് ഫുട്ബോളുകാരനോട് പറഞ്ഞിരുന്നത് അവനെ മൈൻഡ് ചെയ്യണ്ടല്ലേ. നോട്ടം ഭയങ്കര കോമഡി കേട്ടോ, നോക്കി നിന്നിട്ട് അയാളങ്ങ് പോട്ടെ. ഭയങ്കര ഇത്തരത്തിലുള്ള അവഗണന ഉണ്ടാവുന്ന നല്ലതാണ്. അറിഞ്ഞിട്ടേ ഇല്ല, കേക്കണ്ടെന്ന്. ശരി, അതെ, അറിയാൻ വേണ്ടിയൊന്നും പറഞ്ഞത്. കാരണം ചില സമയങ്ങളിൽ അത് നമ്മൾ എന്തൊക്കെയോ ആയി എന്നൊക്കെയുള്ള ഒരു വിചാരം വരുമ്പോ അവനത് ആവശ്യമായിരുന്നു. ആണല്ലേ? ചില സമയങ്ങൾ ഞാനും അങ്ങനെ അവനെ അവഗണിക്കാറുണ്ട്. ഫോണൊക്കെ വിളിക്കുമ്പോ കട്ട് ചെയ്ത് കളയുക, എടുക്കാതിരിക്കുക. ചില വലിയ ആൾക്കാരൊക്കെ ഇതുപോലൊക്കെ വിളിക്കുമ്പോഴേ നമ്മൾ ഫോൺ എടുത്തിട്ട് ഫോൺ കാണും. നമ്മളപ്പോ നമ്മള് തിരക്കാണ്, തിരക്കാണെങ്കിൽ വേണ്ടി ഒരു 5 റിങ് അടിച്ചിട്ട് എന്നിട്ട് നമ്മള് എടുക്കൂല. ചേട്ടാ പറ, ഒരു പണിയില്ലാതെ ഇരിക്കും, ഏതെങ്കിലും സിനിമ കഴിയാൻ വേണ്ടി വിളിക്കായിരിക്കും. അപ്പോഴും നമ്മളെന്ത് ചെയ്യും, ഒരു അടുത്ത കോളിൽ ഫസ്റ്റ് കോളിൽ എടുക്കൂല. ചില ആൾക്കാരുണ്ട് അങ്ങനത്തെ. ആരാളാ ഞാൻ. ധ്യാൻ ചേട്ടന്റെ ഉപദേശം കേൾക്കാൻ വേണ്ടി ആരെങ്കിലും വിളിക്കാറുണ്ടോ? എടാ ഞാനിങ്ങനെ പെട്ടിരിക്കുക, എന്നൊന്നും. എന്താ ശാലു എന്താ ചിരിക്കുന്നത്? കഴിഞ്ഞ ദിവസം ഞാൻ ഇവനെ എയർപോർട്ടിൽ വെച്ച് കണ്ടു. എയർപോർട്ടിൽ വെച്ച് കണ്ടോണ്ട് ഇവൻ എന്നെ ആദ്യമായി കാണുന്ന ഒരു സന്തോഷവും ഇതും. അപ്പൊ ഞാൻ തിരിഞ്ഞു പെട്ടെന്ന് ഞാൻ ഇവനെ കണ്ടപ്പോ നീ എന്താ എന്നെ ഇങ്ങനെ ആദ്യമായിട്ട് കാണുന്ന രീതിയിലുള്ള സന്തോഷം. അപ്പൊ അവനോട് പറയാ, ഞാൻ ചേട്ടനെ പറ്റി ഇപ്പൊ ആലോചിച്ച് ചേട്ടനെ ഇതാക്കാൻ വേണ്ടി. അപ്പൊ ഇവരെന്നെ ഉപദേശം അന്വേഷിച്ചിട്ട് വിളിക്കാതിരുന്ന. അപ്പൊ ഞാനതാ ഞാൻ ആക്ച്വലി കണ്ടിട്ടില്ല കോളേജിന്റെ സമയത്ത്. പക്ഷെ ഇതുപോലെ ഉപദേശം തേടി വന്നു. എന്ത് ഉപദേശാന്നും കൂടെ ചോദിക്കട്ടോ. എന്താന്ന് അറിയണം ഞാൻ. ഇല്ല, ഉപദേശമൊന്നുമില്ല. ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴത്തേക്ക് ധ്യാൻ ചേട്ടനെ ഒന്ന് വിളിച്ചു കഴിഞ്ഞാല് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിക്കും. അറിയാറ് നമുക്കൂടെ ഇടയ്ക്ക് വിളിക്കാം. സിനിമകൾ ഒരു വിഷമഘട്ടത്തിൽ വന്നപ്പോ ഞാൻ സമാധാനിപ്പിച്ചിട്ടില്ലേ? ഞാൻ ലേഡീസിലാണ് കൂടുതൽ. ഇവ വിളിച്ചപ്പോ എടുത്തില്ല. പക്ഷെ അങ്ങനെ ഒരാളുള്ളത് നല്ലതല്ല. നമുക്കൊരു പ്രശ്നം വന്ന തമാശക്കാണെങ്കിലും ഒരാളിങ്ങനെ വിളിച്ച് സമാധാനം പറയുമ്പോ ഒരു സന്തോഷമല്ലേ? അത് ഒരു കാലയളവ് മൊത്തം ചെയ്തിരുന്ന ആളാണ് ഞാൻ. കോളേജിലൊക്കെ പഠിക്കുമ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് ആ സമയത്ത് പ്രണയം ബന്ധമൊക്കെ ഉണ്ട്. ഈ പ്രണയബന്ധം ഉള്ളതുകൊണ്ട് സമയത്ത് തന്നെ ഇപ്പം ഞാൻ സ്നേഹിച്ചുകൊണ്ടിരുന്ന കുട്ടിയുടെ കൂട്ടുകാരികളൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ പല പല ഘട്ടങ്ങൾ വരുന്ന സമയത്ത് എന്നുവെച്ചാൽ അവരെന്തെങ്കിലും ബ്രേക്കപ്പോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ എന്തെങ്കിലും ഇഷ്യൂ ഒക്കെ വരുന്ന സമയത്ത് ഞാൻ വെറുതെ സുഖമല്ലടി പറഞ്ഞിട്ട് മെസ്സേജ് അയക്കും. എന്ത് സുഖം, അറിഞ്ഞിട്ടാ വിളിക്കണേ, അറിഞ്ഞിട്ടാ മെസ്സേജ് അയക്കണേ, എന്ത് പറ്റി, ഇല്ല ഒന്നും പറയണ്ടടാ, ഞാൻ വിളിക്കാം വിളിച്ചിട്ട് അവരൊരു സമാധാനിപ്പിക്കുമ്പോഴില്ല നമുക്കൊരു ആശ്വാസ, നമുക്കൊരു സമാധാനം കിട്ടും. ചില രീതിയിൽ കണ്ടിട്ടുണ്ടോ? അങ്ങനെ ആലോചിച്ചിട്ടില്ലേ? വെറുതെ ഒരാളെ മോട്ടിവേറ്റ് ചെയ്ത് വിടുക. ഇപ്പൊ ഞാൻ ചെയ്യാറില്ല. ഇപ്പൊ ഇതേപോലെ ആന്റിമാരെയൊക്കെ എന്നെ പ്രത്യേകം ഏൽപ്പിച്ചിട്ടുണ്ട്, അവനെ ശ്രദ്ധിച്ചോണോ, എന്റെ സ്ഥാനം നിനക്ക് മോക്ക് തന്നേക്കുവാന്ന് പറഞ്ഞേക്കുന്നത്. അമ്മയെ പോലെ അതുകൊണ്ട് കുഴപ്പമില്ല. എന്നിട്ട് ഇപ്പൊ ബേസിലേട്ടനോട് എന്ത് ഉപദേശം കൊടുക്കാനുള്ളത്? ആർക്കാ? ബേസിലേട്ടന്.
അവനെന്താ ഉപദേശിക്കാൻ? അവനല്ലെങ്കിൽ നാട്ടിൽ നിന്ന് കിട്ടുന്നുണ്ട് അവിടെ പോകുമ്പോഴൊക്കെ. കിട്ടിക്കൊണ്ടിരിക്കണെന്നല്ലേ. ഓക്കെ, അപ്പം ഐഡി എന്ന് പറഞ്ഞ മൂവി ദ ഫേക്ക് എന്നാണ് ആ ടൈറ്റിൽ. അതുകൊണ്ട് ഞാൻ ചോദിക്കാം, ഈ ഫേക്ക് എന്ന് പറയുമ്പം അതിനെന്താ മലയാളം? ഫേക്ക് എന്ന് വെച്ചാൽ അങ്ങനെയല്ല, കപടമായിട്ടുള്ള ഒരു വ്യാജമായിട്ടുള്ള. അപ്പൊ ഇപ്പൊ ഷാജോൻ ചേട്ടന്റെ ലൈഫിൽ അങ്ങനെ നമ്മളുടെ അടുത്ത് ചിരിച്ചു കളിച്ച് സംസാരിക്കും, ബട്ട് അങ്ങനെയല്ല ശരിക്കുള്ള ആൾ. അങ്ങനെ ഷാജോൻ ചേട്ടന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടോ ആൾക്കാരെ? അല്ല, ഞാൻ അങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിക്കാറില്ല. ഒരുപാട് പേരുണ്ടാവും. പക്ഷെ ഞാൻ ആ സമയത്ത് എങ്ങനെയാണോ അതേപോലെ നമ്മളും സന്തോഷമായിട്ട് ഇരിക്കുക പോവാന്നുള്ളത്. ഞാൻ പിന്നീട് അവർ റിയൽ ആണോ അവർ ഫേക്ക് ആണോ എന്ന് ആലോചിച്ച് എൻ്റെ സമയം കളയാറില്ല ഞാൻ. പിന്നെ മനസ്സിലായില്ല. പിന്നെ ഞാൻ അങ്ങനെ ഒരുപാട് ആരുടെയും ലൈഫിലോട്ട് അങ്ങനെ ഒരുപാട് കടന്നു ചെല്ലുന്ന ഒരാളല്ല. എൻ്റെ ലൈഫിലോട്ടും അങ്ങനെ ആരും വരാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഉള്ള സമയത്ത് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക സ്വാർത്ഥാണല്ലേ? അതാ നല്ലത്. പ്രത്യേകിച്ച് തീർച്ചയായും. പിന്നെ നമ്മൾ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിലൊക്കെ അങ്ങനെ റിയൽ ആയിട്ടുള്ളവരെ കാണാന്ന് പറയുന്നത് വളരെ റെയറാണ്. അപ്പൊ നമ്മൾ അങ്ങനെ തെരഞ്ഞു നടന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് കൂടുതൽ ആലോചിക്കേണ്ട കാര്യമില്ല, ഫേക്ക് ആയിരിക്കും. അങ്ങനെ അല്ല, ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലത്ത് തന്നെ, അല്ലെങ്കിൽ ഇതുപോലെ സിനിമ പോലത്തെ ഒരു സ്ഥലത്ത്, അല്ലെങ്കിൽ നമ്മൾ ഡേ ടു ഡേ കാണുന്ന ഇപ്പം ഉദാഹരണത്തിന് താങ്കൾ, നമ്മളിപ്പോ ഒരു പരിപാടിക്ക് വരുന്നു, നമ്മളോട് എല്ലാവരും സന്തോഷത്തോടെ ചിരിച്ചു സംസാരിക്കുന്നു, നമ്മളോട് എല്ലാവരും ഹാപ്പി ആയിട്ട് പോകുന്നു. ആരും വന്നിട്ട് നമ്മളടുത്ത് എന്താ പറയണ്ടേ, നമ്മൾ ഇഷ്ടമില്ലാത്ത ആൾക്കാർ വരെ നമുക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരുടെ അടുത്ത് പോലും നമ്മൾ ചിലപ്പോ ചിരിച്ച് കളിച്ചിട്ടൊക്കെ സംസാരിക്കും. ചിലപ്പോ നമ്മൾ പോലും അങ്ങനെയുള്ള സാഹചര്യത്തിന് നമ്മൾ എത്രത്തോളം ഒറിജിനൽ ആവുന്നുണ്ടെന്നുള്ള അല്ലേ, നമ്മളും ചില സമയത്ത് ഫേക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവില്ല. അങ്ങനെ ഫേക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവില്ല. പിന്നെ പ്രത്യേക സിനിമയും കൂടെ ആണ്, നമ്മൾ ക്യാമറയുടെ മുന്നിൽ അഭിനയിക്കഴിഞ്ഞും കൂടുതൽ പുറത്താണ് നമ്മൾ അഭിനയിക്കേണ്ടി വരും അല്ലേ. അതൊരു വലിയൊരു പ്രശ്നമാണ്. ആണ് സ്മിനി ചേച്ചി? അതുപോലെ തന്നെ ഞാനങ്ങ് പോകും. പ്രശ്നമാണെന്നുള്ളതല്ല. ഇപ്പം നമ്മളിപ്പോ ഒരാളുടെ മുഖത്ത് നോക്കി ചിരിക്കുന്നതുകൊണ്ടോ അയാളോട് സന്തോഷമായിട്ട് സംസാരിക്കുന്നതുകൊണ്ടോ അത് കുഴപ്പമൊന്നുമില്ലല്ലോ. അയാൾക്ക് നമുക്ക് സന്തോഷമാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഫേക്ക് ആകുന്നതിൽ കുഴപ്പമില്ല. മനഃപൂർവ്വം നമ്മുടെ ഒരു കാര്യസാധനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഫേക്ക് ആകുമ്പോഴാണ് അത് പ്രശ്നമാകുന്നത്. അപ്പൊ നമ്മൾ ഒരാളെ പറഞ്ഞ് എന്തെങ്കിലും പറ്റിക്കുമ്പോഴോ നമുക്ക് എന്തെങ്കിലും സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ഒരാളുടെ മുമ്പ് ഫേക്ക് ആകുമ്പോഴാണ് അത് കുഴപ്പമാവുന്നത്. അതല്ലെങ്കിൽ ഞാനുണ്ട് സുഖമല്ലേ, ഭക്ഷണം വല്ലതും കഴിച്ചോ, അന്ന് വീട്ടിലെല്ലാവരും അന്വേഷണം പറയണം കേട്ടോ എന്ന് പറഞ്ഞ് നമ്മൾ പോയി കഴിയുമ്പോൾ ഇയാൾ കൊള്ളാലോ, എൻ്റെ വീട്ടുകാരെയൊക്കെ അന്വേഷിച്ചല്ലോ, അയാൾ എന്നെ പറ്റിയൊക്കെ ചോദിച്ചല്ലോ, ഞാൻ വിചാരിച്ചു ഇയാൾ ജാടയാണ്, ഇയാൾ കൊള്ളാൻ കേട്ടോ, അപ്പൊ അയാളൊരു 10 പേര് നമ്മളെ പറ്റി അത് പറയും. അതൊരു വളരെ പോസിറ്റീവ് സെൻസിൽ എടുത്താൽ മതി. അപ്പൊ അത് അങ്ങനെ ഫേക്ക് ആവുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും. അതെ അതെ. ഇപ്പൊ നമ്മൾ അന്ന് കണ്ടപ്പോഴും ധ്യാൻ ചേട്ടനെ നോക്കി ചിരിച്ചായിരുന്നു. എന്നെ അറിഞ്ഞിട്ടല്ലോ ചിരിക്കുന്നത്, പക്ഷെ അതെനിക്ക് സന്തോഷം. ധ്യാൻ ചേട്ടൻ എന്നെ നോക്കി ചിരിച്ചു, സന്തോഷമുള്ളത്. അതിപ്പോ എനിക്ക് മനസ്സിലായി അതൊരു ഫേക്ക് ചിരിയായിരുന്നു എന്നുള്ളത്. പിന്നെ ശ്രീനിവാസൻ സാർ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ആള് ഒരുപാട് പേര് പ്രവചിച്ചിട്ടുണ്ട് അവാർഡ്സ് കിട്ടും, അങ്ങനെ ശരിക്കും നടന്നിട്ടുണ്ട്. അതുപോലെ ധ്യാൻ ചേട്ടൻ അങ്ങനെ ആരെങ്കിലും പ്രവചിച്ച് അങ്ങനെ നടന്നിട്ടുണ്ടോ? അവാർഡ് കിട്ടുന്നു. ശ്രീനേരനെ പ്രവചിച്ച ആളെ തപ്പി എന്നെ കൂടി ഒന്ന് പ്രവചിപ്പിക്കാമെന്ന് ചോദിച്ചിട്ട് അച്ഛൻ കഴിഞ്ഞ ദിവസം പ്രവചിച്ചു എന്ത് കിട്ടുമെന്ന്. എങ്ങനെ പോയാ നാട്ടുകാരെ നല്ല അവാർഡ് കിട്ടുന്നു, നല്ല അവാർഡ് കിട്ടുന്നു നാട്ടുകാരുടെ. അത് ഞാൻ കഴിഞ്ഞ ദിവസം എവിടെയോ പറയുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം അച്ഛനൊരു പുസ്തകത്തിന്റെ അതിന്റെ അടിക്കുറിപ്പ് തന്നെ അതിനാണ്, അന്ന് പടച്ചോന്റെ തിരക്കഥകൾ എന്ന് അച്ഛനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, കൈരളി ബുക്സ് ഏതോ ഒന്ന് മറന്നുപോയി. അതിനകത്ത് എഴുതിയിട്ടുള്ള ഞാൻ ചെയ്യാത്ത 500ഓളം സിനിമകളാണ് മലയാള സിനിമയ്ക്ക് ഞാൻ നൽകിയ സംഭാവന എന്ന് പറഞ്ഞിട്ട്. അപ്പൊ കഴിഞ്ഞ ദിവസം അതിനെന്തോ ചേട്ടൻ പറഞ്ഞു, ആ സിനിമകളാണ് അച്ഛാ ഇപ്പൊ അവൻ ചെയ്തോണ്ടിരിക്കുന്നത്. അങ്ങനെ ഡയലോഗില്ലേ, അച്ഛന്റെ മറ്റേ 6 വർഷം അച്ഛന് വേണ്ടി ത്യാഗം ചെയ്ത മകനാണ് ഞാൻ. പക്ഷെ എനിക്ക് വിനീതേട്ടന് ഭയങ്കര ഇഷ്ടാട്ടോ. വിനീതേട്ടനെ പറയണേ, ഇഷ്ടമല്ല. ധ്യാൻ ചേട്ടനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതാണ് ഫേക്ക്. ധ്യാൻ ചേട്ടനെ എനിക്ക് ഭയങ്കര ഇഷ്ടം. ചോദിച്ചു നോക്ക് ഇവരോട്. ഒരാൾ ഓടിയപ്പോഴേ അവൻ തിരിഞ്ഞു നടന്നു കളഞ്ഞു. ഷാജോൻ ചേട്ടൻ ഇഷ്ടമാണോ? എനിക്ക് ഷാജോൻ ചേട്ടൻ ഭയങ്കര ഇഷ്ടമാണോ? എനിക്ക് നിങ്ങളെ 4 പേര് ഇഷ്ടം. അത് എന്താ അറിയോ, ഓരോരുത്തർക്കും ഓരോ കാറ്റഗറിയാ. ഞാനൊരു കാര്യം പറയട്ടെ, ധ്യാൻ ചേട്ടനെ മുഖത്തേക്ക് നോക്കുക. ഞാനൊരു റൂമിൽ നിനക്ക് ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടോ?
ഇല്ല. എനിക്ക് ഞാൻ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയട്ടെ ധ്യാൻ ചേട്ടാ, എന്നെയാണോ ധ്യാൻ ചേട്ടാ? പക്ഷെ ഞാൻ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയട്ടെ, ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിലെ മെയിൻ ലീഡർ ഉണ്ട്. മെയിൻ ലീഡർ എന്ന് വെച്ചാൽ എന്റെ മുതലാളിയുടെ മുതലാളി, ഐ മീൻ മാനേജറിന്റെ മാനേജർ എന്റെ അടുത്ത് പറഞ്ഞു, വിളിച്ച ഇന്റർവ്യൂ തുടങ്ങിയല്ലേ ഉള്ളൂ, ധ്യാനിന് ഇന്റർവ്യൂ എടുക്കൂന്ന്. അത്രയും വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ആള് വരെ ധ്യാൻ ചേട്ടനെ ഇഷ്ടപ്പെടുന്നുണ്ട്. അത് ശരിയാന്നല്ലേ? അതല്ല സംഭാവന അതെ, അതൊരു സംഭാവന കിട്ടാനാ, സ്നേഹം കൊണ്ടല്ല. പിന്നെ നന്ദിയാണ്. ഞാനും ആ ചാനൽ. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് ഷാജു ചേട്ടൻ, ഞാൻ ഷാജു ചേട്ടൻ അടുത്ത് അങ്ങോട്ട് വന്ന് സംസാരിച്ചില്ലേ, സുഖാണെന്നൊക്കെ ചോദിച്ചില്ലേ, കണ്ടോ? ഇല്ല, അപ്പൊ നമ്മള് ഇല്ല ബട്ട് ദ ഫേക്ക് എന്ന് പറഞ്ഞ മൂവി ഞാൻ അരുൺ ചേട്ടനായിട്ട് സംസാരിച്ചായിരുന്നു. ഞാൻ അപ്പൊ അതില് ഡയറക്ടർ പറഞ്ഞത് ധ്യാൻ ചേട്ടൻ ചെയ്തിട്ടുള്ള മൂവീസിനേക്കാളും ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഒരു മൂവി ആയിരിക്കും ഇത്. കരിയറിൽ തന്നെ ഒരു ചേഞ്ച് തന്നെ ആരിലേക്ക് ആ ഒരു ക്യാരക്ടർ അല്ലേ? അവന്റെ കരിയറിലോ? അല്ല, ധ്യാൻ ചേട്ടന്റെ ഐ മീൻ ധ്യാൻ ചേട്ടൻ ഒരു പ്രത്യേക ഒരു റോളാണ് ചെയ്തിരിക്കുന്നത്. അതുപോലത്തെ ഒരു റോൾ ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല, അങ്ങനെയാണ് പറഞ്ഞത് അല്ലേ? അങ്ങനെ അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കും. ഇല്ല, പടം ഞാൻ കണ്ടായിരുന്നു ചേട്ടാ. ചേട്ടൻ ഡിഫറെന്റ് ക്യാരക്ടർ ചെയ്തേക്കുന്നത്. വീട്ടിൽ പോയിട്ട് ഞാൻ കണ്ടേ, ഞാൻ കണ്ടു. ഞാൻ ഇല്ല അല്ലല്ല ഞാൻ അരുൺ ചേട്ടന്റെ അടുത്ത് പോയി കണ്ടപ്പോഴത്തേക്ക് ചേട്ടന്റെ ഡിഫറെന്റ് ക്യാരക്ടറാണ്. ട്രസ്റ്റ് മീ. സുരേഷ് എന്നോട് പറഞ്ഞു, ചേച്ചി പ്രിയമ്പ നല്ല ധ്യാനോട്ടന്റെ ഡിഫറെന്റ് ഫേസ് ആണ്. ധ്യാൻ ചേട്ടൻ ഇതിൽ അഭിനയിച്ചേക്കണ എന്തെങ്ങനെ നോക്കുന്നേ? ഞാൻ അത് കഴിഞ്ഞിട്ട് കുറച്ചധികം അഭിനയിച്ചേ, അതെനിക്ക് ഓർമ്മയില്ലെന്നൊക്കെ. ഞാൻ കൊറേ വർക്ക് ചെയ്യുന്നുണ്ട്. ധ്യാൻ ചേട്ടൻ ചില ലൊക്കേഷനിൽ നിന്ന് പിണങ്ങി ഇറങ്ങി പോയിട്ടുണ്ടെന്നോ, ചില ലൊക്കേഷനിൽ ഫസ്റ്റ് ലൊക്കേഷനിൽ നിന്ന് പിണങ്ങി ഇറങ്ങി പോയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട് ഞാൻ. ഞാൻ സ്മിനി ചേച്ചിനോടൊപ്പം ചോദിക്കുക, ധ്യാൻ ചേട്ടൻ ഈ ലൊക്കേഷനിൽ നിന്ന് ഇറങ്ങി പോയായിരുന്നു പിണങ്ങി പോയിന്ന് എന്റെ അടുത്ത് ഒരാൾ പറഞ്ഞു. അത് ഒരാൾ പറഞ്ഞു. ഏത് സെറ്റില്? അത് അറിഞ്ഞിട്ട് ബാക്കി മതി. പറഞ്ഞവനെ കൊണ്ട് വിളി. അപ്പൊ ചേട്ടാ കൊച്ചിനെ പറ്റി അവയ്ക്കാതെ പറഞ്ഞൊപ്പിക്കുന്നു. ഇല്ല, അങ്ങനെ ഇറങ്ങി പോയിട്ടില്ല. അപ്പൊ അത് റൂമറാണ്. അങ്ങനെ അപ്പൊ റൂമർ ഉണ്ട്. ഇങ്ങനെയുള്ള ഫേക്ക് അലിഗേഷൻസ് ആണ് ആക്ച്വലി അങ്ങനെ ഒരു റൂമർ ഉണ്ട്. അപ്പൊ നമുക്ക് ഇപ്പൊ അത് പറയാം, അങ്ങനെ ഒരു റൂമർ ഇല്ല. ധ്യാൻ ചേട്ടൻ ഒരു ലൊക്കേഷൻ ഒന്നും പിണങ്ങി ഇറങ്ങി പോയിട്ടില്ല. കാര്യമില്ലല്ലോ. അതെ, കൊച്ചു തന്നെ എന്തോ പറയുന്നു, കൊച്ചു തന്നെ ഇല്ല ഞാൻ ഓക്കെയാണ്. ഈ ക്വസ്റ്റ്യൻ മാത്രമേ പാടിപ്പോയുള്ളൂ, ബാക്കിയൊക്കെ ഓക്കെ ആയിരുന്നു. ബാക്കി ഇതൊക്കെ തന്നെ ആയിരുന്നു. ശരി, എന്നാ എന്റെ ഇന്നത്തെ കോട്ട കഴിഞ്ഞു. ഇനി നമുക്കൊരു സെഗ്മെന്റിലേക്ക് പോവാം. ആ സെഗ്മെന്റ് നിങ്ങൾ നന്നായിട്ട് പറഞ്ഞാൽ മതി. ഓക്കെ, സെഗ്മെന്റ് ഒന്നുമില്ല. ചിരി വരുന്നുണ്ടോ? ഞങ്ങളെ നന്നാക്കണം, ഇതും നന്നാക്കണല്ലോ, സിനിമയും നന്നാക്കണം. അപ്പൊ ഇതിൽ ഞാൻ കുറച്ച് സിനിമാ പേരുകൾ പറയും. ആ സിനിമാ പേരുകൾ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന നടിയോ നടനോ ആരാണെന്ന് പറയണം. ഓക്കെ, നിങ്ങൾ ആലോചിച്ചൊരു തീരുമാനം. നടിയോ ഓടിയെത്തിയാലോ? എന്നാലും കുഴപ്പമില്ല, ആരെങ്കിലൊക്കെ ഒന്ന് ഓടിയെത്തിയാ മതി. ഓക്കെ ഓക്കെ അല്ലേ? സോ ഫസ്റ്റ്, കുറുക്കൻ രാജാവായി. ഇത് സിനിമാ പേരല്ലോ. സിനിമാ പേരുണ്ട്, അങ്ങനത്തെ ഒരു സിനിമയുണ്ട്. ആണല്ലേ? ഷാജുചേട്ടന്റെ പേര് എന്റെ പേര് പറഞ്ഞു, ആരെയും കിട്ടിട്ട് പറഞ്ഞു, ഞാൻ ഓടാം. കുറുക്കൻ രാജാവായി. കുറുക്കൻ രാജാവായി എന്ന് പറയുമ്പോ ഞാൻ ആ സിനിമയായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ആണോ പറയണ്ടേ? ആ പേര് കേൾക്കുമ്പോ, സിനിമ നിങ്ങൾ വിട്ടേക്ക്, ഉപേക്ഷിച്ചേക്ക് സിനിമ. ആ പേര് കേൾക്കുമ്പോ ബേസിൽ ജോസഫ്. എനിക്ക് ഏറ്റവും അടുത്തറിയാവുന്ന എന്റെ സുഹൃത്തുക്കളെ പേര് പറയുന്നല്ലേ. രാത്രി വണ്ടി. ഇതൊക്കെ പ്രേം നസീർ സാറിന്റെ കാലത്തുള്ള പടങ്ങളാണ്. അതെ, പക്ഷെ ആ പേര് കേൾക്കുമ്പോൾ ഇവർക്ക് ഇത് ഇട്ടിട്ട് ആർട്ടിസ്റ്റുകളെ വെച്ചോണ്ട് നമ്മളെ വിറ്റ് കാശാക്കാൻ. രാത്രി വണ്ടി. അതല്ല എന്നൊക്കെ പറയുമ്പോ കൊറേ പേരുടെ പേര് മനസ്സിലോട്ട് വരുന്നുണ്ട്. പറയാൻ പറ്റും, എല്ലാം രാത്രി വണ്ടികളാ. അങ്ങനെയുള്ള ഉദ്ദേശിച്ചു രാത്രി പുറക്കളച്ചിരുന്ന് ജോലി ചെയ്യുന്നവരെന്നാണ്. നമ്മളുടെ ചാനലിനെ പറ്റി നല്ല അഭിപ്രായം തോന്നുന്നു. ഓക്കെ, അപ്പോ അത് പറയാൻ ബുദ്ധിമുട്ടാണ്. ഇറ്റ്സ് ഓക്കെ. പടയപ്പ. പടയപ്പ. രജനീകാന്ത്. സൈക്കോളജി. നല്ല കളിയാ. തെമ്മാടി വേലപ്പൻ. ധ്യാൻ ചേട്ടനെ തന്നെ പറഞ്ഞു.
അങ്ങനെ അത്ര തമ്മാടിയൊന്നും അല്ല. അല്ല അല്ല. അപ്പൊ വേറെ തെമ്മാടി പറഞ്ഞു. വേറെ ആരോ ഇത് എല്ലാരും ആലോചിക്കാണല്ലോ, അതെ അതെ കിട്ടുന്നില്ല. കാരണം കിട്ടുന്നില്ല. വടിവേലു അറിയാൻ പറ്റുന്നില്ല. വടിവേലു പാവശാലി ചേട്ടൻ. നാട് വിട്ട് പോവാ. അടി പുറത്തുനിന്ന് കൊള്ളാന്ന് സ്റ്റേറ്റ് വിട്ട് വെച്ചിട്ട്. ഓക്കെ, നെക്സ്റ്റ് വണ്ണ് ഇതുപോലത്തെ ഒരെണ്ണമാണ്, ലേഡീസ് ഹോസ്റ്റൽ. പോയത്. ആരാ? അതെ, ആ ലേഡീസ് ഹോസ്റ്റൽ സംബന്ധമായ സ്ക്രിപ്റ്റ് എന്തായി? ഞാൻ പറഞ്ഞിരുന്നല്ലേ. വല്ലതും ആയോ അത്? അതൊക്കെ ഇത് കഴിഞ്ഞിട്ട് പറയാം. ഇത് കഴിഞ്ഞിട്ട് അല്ല വേണേ ഇപ്പൊ പറഞ്ഞ എല്ലാരും കേക്കട്ടെ. ഇല്ലൊന്നുമില്ല. ഇല്ല കുഴപ്പമില്ല. എല്ലാരും ഉണ്ടായിരുന്നു ആ പടത്തിൽ. പിന്നെ നമ്മളെല്ലാരും വിത്തൗട്ട് പേയ്മെന്റ് ആണ് കമ്മിറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഈ സെഗ്മെന്റിൽ എനിക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ അത് ചോദിക്കുന്നില്ല. വേണ്ട. വേണ്ട സന്തോഷായില്ലേ? സന്തോഷമായി. നിങ്ങൾക്ക് എന്തോ ഒരു സന്തോഷക്കുറവ് ചോദിക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട്. സോ ID ദ ഫേക്ക് മൂവി ഇറങ്ങാൻ പോവാണ്. പ്രേക്ഷകരോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? പറ. നിങ്ങൾക്ക് എന്തൊന്നും പറയാനില്ല? എന്താ? എന്തൊക്കെ പറഞ്ഞു? ചേച്ചി പറഞ്ഞു. ഡിസംബർ 6 റിലീസാണ്. എല്ലാ സിനിമയും പറയുന്ന പോലെ തന്നെ തിയേറ്ററിൽ പോയി സിനിമകൾ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അറിയിക്കാം. നല്ലതാണെന്നുണ്ടെങ്കിൽ പടത്തിനെ പ്രൊമോട്ട് ചെയ്യുക, Okay. എല്ലാവരോടും കാണാൻ പറയുക. ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. ഇതൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഇതൊരു ട്രൂ സ്റ്റോറിയാണ്, വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. സോ ഇത് പ്രേക്ഷകരിലേക്ക് എത്തട്ടെ, വലിയൊരു ഹിറ്റ് ആവട്ടെ ഈ മൂവി. ഓക്കെ, നമുക്ക് ഇനി കാണാൻ സാധിക്കട്ടെ. ഓക്കെ, താങ്ക് യു. താങ്ക് യു. എല്ലാ വെള്ളിയാഴ്ച കേൾക്കുന്നത്. അയ്യോ, അത് കിട്ടിയോ? എല്ലാ വെള്ളിയാഴ്ചയും കേൾക്കുന്നതാണ്.